പ്രിയ കുട്ടികളെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സമയം ഒരിക്കലും പാഴാക്കരുത്. തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ അത് അത്രയേറെ വിലപ്പെട്ടതാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു കഴുതയും പുലിയും തമ്മിലൊരു തർക്കം നടന്നു. കാട്ടിലെ പുല്ലിനെല്ലാം നീല നിറമാണെന്നാണ് കഴുത പറയുന്നത്, അല്ല പച്ച നിറമാണെന്ന് പുലിയും. തർക്കം ദിവസങ്ങളോളം നീണ്ടു, പക്ഷെ ഒരു തീരുമാനത്തിലും എത്തിയില്ല. അവസാനം തർക്കം മൃഗരാജനായ സിംഹത്തിൻ്റെ മുന്നിലെത്തി. അങ്ങനെ കാട്ടുയോഗത്തിൽ വെച്ച് സിംഹരാജൻ രണ്ടുപേരുടെയും വാദമുഖങ്ങൾ കേട്ടു. എല്ലാം സശ്രദ്ധം കേട്ടതിന് ശേഷം രാജാവ് വിധി പ്രസ്താവിച്ചു. പുലി 2 വർഷം മിണ്ടാവ്രതം അനുഷ്ഠിക്കണം എന്നതായിരുന്നു ശിക്ഷ. ഒരു ജീവിയോടും മിണ്ടരുത്. വിധി കേട്ടതോടെ കഴുത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് ഓടിപ്പോയി. മൃഗക്കൂട്ടം പിരിഞ്ഞു തുടങ്ങിയപ്പോൾ പുലി സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിവിനയത്തോടെ ചോദിച്ചു, രാജൻ, അങ്ങേക്കും അറിയാവുന്നതല്ലേ പുല്ലിന് പച്ച നിറമാണെന്ന്, എന്നിട്ടും എന്നെ എന്താണ് ശിക്ഷിച്ചത്? സിംഹരാജൻ മറുപടി പറഞ്ഞു, ഏയ് പുലിമൃഗമേ, പുല്ലിൻ്റെ നിറം പച്ചയോ നീലയോ എന്നതിനല്ല ഞാൻ വിധി പറഞ്ഞത്. ഇതുപോലെ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആ കഴുതയോട് തർക്കിച്ച് നീ നിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞു. ആ സമയങ്ങളിൽ നിനക്ക് വേണ്ടി, ഈ കാടിനു വേണ്ടി നിനക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതാണ് നീ നഷ്ടപ്പെടുത്തിയത്. അതിനാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത്. പ്രിയ കുട്ടികളെ, നമ്മളും അങ്ങനെയാണ്. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ വിലയേറിയ സമയവും ഊർജവും നമ്മൾ കളയുന്നു. അതിനിട വരുത്താതെ സമയം പഠനത്തിനും നല്ല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുക. നമസ്കാരം പ്രിയ കുട്ടികളെ, ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് 1ാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമാറ്റിക് സീക്വൻസസ്, അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 1, 2 സെറ്റുകളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് സെറ്റ്, ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ സർക്കിൾ, ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. നമുക്കിവിടെ 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവയെല്ലാം അരിത്തമാറ്റിക് സീക്വൻസസിലാണെന്നും തന്നിട്ടുണ്ട്. ഇതിലെ മിസ്സിംഗ് ആയിട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വൃത്തം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 24, 42, 3ഉം 4ഉം സ്ഥാനത്തുള്ള സംഖ്യകളാണ് വിട്ടുപോയിരിക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ പൊതുവ്യത്യാസം കാണാനായി നമുക്ക് 42-ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 42 മൈനസ് 24 സമം 18. അപ്പോൾ 18 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. 24ൻ്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് 42 കിട്ടുന്നത്. അതേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി പോകുന്നതിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ 42ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ 42 + 18, അപ്പോൾ 60 ആണ് മൂന്നാമത്തെ സംഖ്യ. ഇനി 60ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ 78 ആണ് നാലാമത്തെ സംഖ്യ. ഇത് 60 ആണ്. ഇത് രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1ാമത്തെയും 4ാമത്തെയും സ്ഥാനത്തെ സംഖ്യകളാണ് വിട്ടുപോയിരിക്കുന്നത്. 2ഉം 3ഉം സ്ഥാനത്തുള്ള സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 24ഉം 42ഉം ഇതേ സംഖ്യകൾ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 42 മൈനസ് 24 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, 18 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 42ൻ്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ സംഖ്യ കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 60. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, 42ൻ്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് 60 കിട്ടുന്നത്. അതേപോലെ തിരിച്ചുള്ളതൊന്ന് നമുക്ക് നോക്കാം. 60ൽ നിന്ന് 18 കുറയ്ക്കുമ്പോഴാണ് 42 കിട്ടുന്നത്. 42ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്. അപ്പോൾ ഈ സംഖ്യ കിട്ടാൻ 24ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 24 മൈനസ് 18 സമം 6. അപ്പോൾ 6 ആണ് ഈ സംഖ്യ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1ഉം 2ഉം സ്ഥാനത്തെ സംഖ്യകളാണ് വിട്ടുപോയിരിക്കുന്നത്. 3ഉം 4ഉം സ്ഥാനത്തെ സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെയും പൊതുവ്യത്യാസം 18 ആണ്. 24ൻ്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് 42 കിട്ടുന്നത്. അതേപോലെ തിരിച്ച് 42ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ 24 കിട്ടുന്നു. ഇനി 24ൽ നിന്ന് വീണ്ടും 18 മൈനസ് ചെയ്യുമ്പോൾ 6 നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇനി ഇത് കാണാനായി വീണ്ടും 6ൽ നിന്ന് 18 വീണ്ടും മൈനസ് ചെയ്യുക. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ വലുതിൻ്റെ സൈൻ -12. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1ഉം 3ഉം സ്ഥാനങ്ങളിലെ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. 2ഉം 4ഉം സ്ഥാനത്തെ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്.
ഈ ചോദ്യം മറ്റുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെയെല്ലാം 24, 42, 24, 42 എല്ലാം അടുത്തടുത്ത സംഖ്യകളായിരുന്നു. അപ്പോൾ 24ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 42 കിട്ടുക, അതാണ് പൊതുവ്യത്യാസം. അതിനുവേണ്ടി നമ്മൾ 42ൽ നിന്ന് 24 മൈനസ് ചെയ്തു. അങ്ങനെയാണ് പൊതുവ്യത്യാസം നമുക്ക് 18 കിട്ടിയത്. അപ്പോൾ ഇവിടെ 24ൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് മറ്റൊരു സംഖ്യയാണ് കിട്ടുന്നത്. വീണ്ടും ആ സംഖ്യയുടെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴേ 42 കിട്ടുന്നുള്ളൂ. ഇവ തമ്മിലുള്ള വ്യത്യാസം 42 മൈനസ് 24 18 ആണെന്ന് അറിയാം. പക്ഷേ അത് 2 പ്രാവശ്യം 24ൻ്റെ കൂടെ 2 പ്രാവശ്യം കൂട്ടുമ്പോഴേ 18 വരുന്നുള്ളൂ. അപ്പോൾ 2 പൊതുവ്യത്യാസമാണ് 18. 2D ആണ് ഇതിൽ 18. D എന്ന് പറയുന്നത് 18/2 സമം 9. അപ്പോൾ 9 ഇവിടുത്തെ പൊതുവ്യത്യാസം. 24ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ ഇവിടെ 33. ആ 33ൻ്റെ കൂടെ 9 കൂട്ടുമ്പോഴാണ് 42. 42ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 51. അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1ഉം 3ഉം സ്ഥാനത്തെ സംഖ്യകളാണ് വിട്ടുപോയിരിക്കുന്നത്. 2ഉം 4ഉം സ്ഥാനത്തെ സംഖ്യകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെയും 24ൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും കൂട്ടുമ്പോഴേ 42ലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ആ 18 എന്ന് പറയുന്നത് വീണ്ടും 2 പൊതുവ്യത്യാസമാണ് 18. പൊതുവ്യത്യാസം 18/2 സമം 9. 9 പൊതുവ്യത്യാസം. 24ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 33. വീണ്ടും 9 കൂട്ടുമ്പോഴാണ് 42. ഇനി തിരിച്ച് 42ൽ നിന്ന് ഒരു 9 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 33 കിട്ടുന്നത്. വീണ്ടും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടാനായി 24ൽ നിന്ന് ഒരു 9 കൂടെ മൈനസ് ചെയ്താൽ മതി. 24 മൈനസ് 9 സമം 15. ആറാമത്തെ ചോദ്യം എങ്ങനെയാണ്? അപ്പോൾ 1ഉം 4ഉം സ്ഥാനത്തെ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. 2ഉം 3ഉം സ്ഥാനത്തെ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും 42ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 18 ആണെന്ന് അറിയാം. പക്ഷേ 24ൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നത്. അതിൻ്റെ കൂടെ വീണ്ടും കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നത്. അതിൻ്റെ കൂടെ വീണ്ടും കൂട്ടുമ്പോഴാണ് 42 കിട്ടുന്നത്. അപ്പോൾ 1, 2, 3. അപ്പോൾ 42 24 തമ്മിലുള്ള വ്യത്യാസമായ 18 എന്ന് പറയുന്നത് 1, 2, 3 പൊതുവ്യത്യാസമാണ്. അപ്പോൾ 3 പൊതുവ്യത്യാസം സമം 18. ഒരു പൊതുവ്യത്യാസം സമം 18/3 സമം 6. 24ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 30. 30ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 36. 36ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 42. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. സെക്കൻഡ് സെറ്റ് നോക്കാം. ദ 2 ടേംസ് ഇൻ സ്പെസിഫിക് positions of some arithmetic sequences are given below. Write the first 5 terms of each. അപ്പോൾ ഇവിടെയും നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസിലെ ടേംസ് ആണ് തന്നിരിക്കുന്നത്. അതുപയോഗിച്ച് ഈ അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3-ാം പദം 34, 6-ാം പദം 67. ഇതൊരു സമാന്തര ശ്രേണിയിലെ പദങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മൾ ആ ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1-ാമത്തെ പദം നമുക്കറിയില്ല, 2-ാമത്തെ പദം അറിയില്ല, 3-ാമത്തെ പദം 34, 4-ാമത്തെ പദം അറിയില്ല, 5-ാമത്തെ പദം അറിയില്ല, 6-ാമത്തെ പദം 67. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 34ൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 4-ാമത്തെ സംഖ്യ കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടിയും കൂട്ടുമ്പോഴാണ് 5-ാമത്തെ സംഖ്യ കിട്ടുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും കൂട്ടുമ്പോഴാണ് നമുക്ക് 6-ാമത്തെ സംഖ്യ കിട്ടുന്നത്. അതായത് ഇതിൽ നിന്ന് 1, 2, 3 പ്രാവശ്യം. ഇതിൽ നിന്ന് ആകെ ഇതിലേക്ക് വരാൻ 1, 2, 3 പൊതുവ്യത്യാസമാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇത് 3-ാമത്തെ പദമാണ്, 3-ാമത്തെ സംഖ്യയാണ്. അതിൽ നിന്ന് ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ 4ലേക്ക്, പിന്നെ ഒരു പ്രാവശ്യം കൂടി ആകുമ്പോൾ 5, പിന്നെ 6. ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം കൂട്ടി എന്നുള്ളതാണ് ഈ 3 സൂചിപ്പിക്കുന്നത്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് 6-ാമത്തെ സ്ഥാനമാണ്. ഈ 6 എന്നതിൽ നിന്ന് ഈ 3-ാമത്തെ സ്ഥാനം, ഇത് 1-ാമത്തെ സ്ഥാനത്ത്, ഇത് 2-ാമത്തെ സ്ഥാനം, ഇത് 3-ാമത്തെ സ്ഥാനം,
ഇത് 4, 5, 6. അപ്പോൾ ഈ 6 എന്നതിൽ നിന്ന് ഈ 3 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് 1, 2, 3. അപ്പോൾ ഇവിടെ എത്ര പൊതുവ്യത്യാസം, ഈ 3 പൊതുവ്യത്യാസം എന്നുള്ളത് കിട്ടാനായി 6 എന്ന സ്ഥാനവിലയിൽ നിന്ന് ഈ 3 എന്നുള്ളത് ആ സ്ഥാനത്തിൻ്റെ വില മൈനസ് ചെയ്താൽ മതി. 6 - 3. അങ്ങനെ നമുക്ക് ഈ 3D ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് കണ്ടെത്താൻ പറ്റും. 34ൻ്റെ കൂടെ ഈ 3D കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 67 കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3D എന്ന് പറയുന്നത് 67, 34നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -34 സമം 33. 3D സമം 33. അപ്പോൾ D സമം 33/3 സമം 11. എങ്ങനെയാണ് നമ്മൾ ഈ ഡിയിലേക്ക് എത്തിയത്? ഇവിടെ ആകെ എത്ര D ആണ് ഉപയോഗിച്ചത് എന്നറിയാനായി ഈ 67 ഏത് സ്ഥാനത്ത് കിടക്കുന്നു, അതേപോലെ 34 ഏത് സ്ഥാനത്ത് കിടക്കുന്നു എന്ന് നോക്കിയിട്ട് ആ സ്ഥാനവില 67ൻ്റെ സ്ഥാനവിലയായ 6ൽ നിന്ന് ഈ 34ൻ്റെ സ്ഥാനവിലയായ 3 കുറച്ചപ്പോഴാണ് നമുക്കിവിടെ 3D ആണ് വന്നതെന്ന് മനസ്സിലായത്. ആ 3D ഈ 34ൻ്റെ കൂടെ 1, 2, 3 ആ 3D കൂട്ടിയപ്പോഴാണ് നമുക്ക് 67 കിട്ടിയത്. അതിൽ നിന്ന് 3D എന്ന് പറഞ്ഞാൽ 67, 34നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ്, അപ്പോൾ 33, 3D 33, D സമം 33/3 സമം 11. അപ്പോൾ D 11 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സംഖ്യകളൊക്കെ കണ്ടുപിടിക്കാം. അതിൻ്റെ കൂടെ വലതുവശത്തേക്ക് പോകുന്തോറും 11 കൂട്ടിയാൽ മതി, ഇടതുവശത്തേക്ക് 11 കുറച്ചാൽ മതി. അപ്പോൾ 34ൻ്റെ ഇപ്പുറത്തെ ഈ സംഖ്യ എന്താവും? 45, ഇത് 56, ഇത് 67 ഉണ്ട്. ഇനി ഇതുപോലെ പിന്നിലേക്ക് 11 കുറച്ചാൽ മതി. 34ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ 23, ഇത് 12. ശ്രേണി സീക്വൻസ് എന്ന് പറയുന്നത് 12, 23, 34, 45, 5 ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, 56. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3-ാം പദം 43, 6-ാം പദം 76. അതായത് 3rd ടേം 43, 6th ടേം 76. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇതും നമുക്കൊന്ന് വരച്ചു നോക്കാം. 1-ാമത്തെ ടേം അറിയില്ല, 2-ാമത്തെ അറിയില്ല, 3-ാമത്തെ പദമാണ് 43, 4-ാമത്തെ അറിയില്ല, 5-ാമത്തെ അറിയില്ല, 6-ാമത്തെ പദം 76. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടുന്നു, വീണ്ടും ഒന്നും കൂടെ കൂട്ടുന്നു, വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂട്ടുന്നു. അങ്ങനെ ഇതാകെ 1, 2, 3 പൊതുവ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഇങ്ങനെ വരച്ച് നോക്കാതെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു? ഇതിൻ്റെ സ്ഥാനവില 6 ആണ്, ഇതിൻ്റെ സ്ഥാനവില 3 ആണ്. അതിൽ നിന്ന് 6 - 3 സമം 3 അങ്ങനെയും നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ അത് അത്ര അകലെയല്ലാത്ത സംഖ്യകളായതുകൊണ്ട് നമ്മളൊന്ന് വരച്ച് നോക്കിയെന്ന് മാത്രം. ഇനി എന്താ ചെയ്യുന്നത്? ഈ 43ൻ്റെ കൂടെ ഈ 3D കൂട്ടുമ്പോഴാണ് നമുക്ക് 76 കിട്ടുന്നത്. 43ൻ്റെ കൂടെ 1, 2, 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 76 കിട്ടുന്നത്. അതിൽ നിന്ന് 3D സമം 76, 3D സമം 76 മൈനസ് 43. അപ്പോൾ 76 മൈനസ് 43, 3. അപ്പോൾ 3D സമം 33, D സമം 33/3 സമം 11. ഇവിടെയും നമുക്ക് പൊതുവ്യത്യാസം 11 തന്നെയാണ്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് സംഖ്യകൾ വലതുവശത്തേക്ക് 11 കൂട്ടി പോവുക, ഇടതുവശത്തേക്ക് കുറച്ച് പോവുക. അപ്പോൾ 43ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 54 + 11 65 + 11 76. അതേപോലെ ഇങ്ങോട്ട് കുറയ്ക്കുമ്പോൾ 32, ഇവിടെ 21. അപ്പോൾ നമ്മുടെ ശ്രേണി സീക്വൻസ് എന്ന് പറയുന്നത് 21, 32, 43, 54, 65. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3-ാം പദം 2, 5-ാം പദം 3. അതായത് 3rd ടേം 2, 5th ടേം 3. 1-ാം പദം 2-ാം പദം തന്നിട്ടില്ല, 3-ാം പദമാണ് 2, 4-ാം പദം തന്നിട്ടില്ല, 5-ാം പദം 3. ഇവിടെ ഈ 2-ാം പദത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നു. അപ്പോൾ നമുക്ക്
നാലാം പദം കിട്ടും. വീണ്ടും ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുന്നത്. അതായത് ഇത് മൊത്തം 2 പൊതുവ്യത്യാസമാണുള്ളത്. ഈ 2ൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 2 പൊതുവ്യത്യാസമാണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്? ഇത് രണ്ടാമത്തെ പദത്തിൻ്റെ സ്ഥാനവില 3 ആണ്. ഇത് അഞ്ചാമത്തെ പദമാണ്. ഈ 5 - 3 = 2. അങ്ങനെയും നമുക്ക് ഇവിടെ 2D ആണ് വന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഈ മൂന്നാമത്തെ സംഖ്യയായ 2ൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നത്. അതായത് 2D = 3, 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 = 1, 2D = 1, D = 1/2. അപ്പോൾ ഹാഫ്, അരയാണ് ഇതിലെ പൊതുവ്യത്യാസം. അപ്പോൾ 2ൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ നമുക്ക് ഇവിടുത്തെ പദം കിട്ടും 2.5. 2ൽ നിന്ന് ഇവിടെ കുറയ്ക്കുമ്പോൾ ഇത് 1.5, ഇത് 1. അപ്പോൾ ശ്രേണി, സീക്വൻസ് 1, 1.5, 2, 2.5, 3. നാലാമത്തെ ക്വസ്റ്റ്യൻ. 5ാം പദം 8, 9ാം പദം 10. അതായത് 5th ടേം 8 ആൻഡ് 9th ടേം 10. 5ാം പദത്തിൽ നിന്ന് 9ാം പദത്തിലേക്ക് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം എന്നുള്ളത് ഇങ്ങനെ വരച്ച് നോക്കാതെ, എഴുതി നോക്കാതെ നമുക്ക് എങ്ങനെ കാണാം? 5ാം പദത്തിൽ നിന്ന് 6, 7, 8, 9, 1, 2, 3, 4 അങ്ങനെ ഇത് വരച്ച് നോക്കാതെ തന്നെ 9ാം പദം എന്നുള്ളതിൽ നിന്ന് ആ സ്ഥാനവിലയിൽ നിന്ന് 5ാം പദം എന്ന ആ സ്ഥാനവില 9 - 5. അപ്പോൾ 4D ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4D. ഇനി അത് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? ആ 5ാം പദം എത്രയാണോ ആ സംഖ്യയുടെ കൂടെ ഈ 4D കൂട്ടുമ്പോഴാണ് 9ാം പദമായ 10ലേക്ക് എത്തുന്നത്. അപ്പോൾ 5ാം പദം 8 ആണ്. 8 + 4D = 10. അതിൽ നിന്ന് 4D = 10, 8 ഇങ്ങോട്ട് വരുമ്പോൾ -8 = 2, 4D = 2, D = 2/4 വീണ്ടും ഈ 2 ഇതിൽ 2 പ്രാവശ്യം. ഇവിടെ വീണ്ടും നമ്മുടെ പൊതുവ്യത്യാസം 1/2 ഹാഫാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ 5 സംഖ്യകൾ എഴുതുക? 1, 2, 3, 4. 5ാമത്തെ പദം നമുക്ക് 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും? പിന്നിലേക്ക് വരുമ്പോൾ 7.5, 7, 6.5, 6. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാം പദം 7, 7ാം പദം 5. 5th ടേം 7, 7th ടേം 5. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. 5ാം പദം 7, 7ാം പദം 5. ഇത് നമുക്ക് എഴുതി തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് അറിയില്ല, തേർഡ് അറിയില്ല, ഫോർത്ത് അറിയില്ല, 5th ആണ് 7, 6th അറിയില്ല, 7th ആണ് 5. അപ്പോൾ 7ൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ പദം കിട്ടുന്നത്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂട്ടുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആകെ 2 പൊതുവ്യത്യാസമാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് 1, 2, 3, 4 ഇത് 5ാമത്തെ സ്ഥാനത്താണ്, ഇത് 7ാമത്തെ സ്ഥാനത്താണ്. ആ 7 - 5, അപ്പോൾ അതിൽ നിന്ന് നമുക്കിവിടെ 2 പൊതുവ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 2 പൊതുവ്യത്യാസം. അപ്പോൾ ഈ 7ൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. അപ്പോൾ 2 പൊതുവ്യത്യാസം = 5 -7 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുമ്പോൾ -2. 2D = -2, D = -2/2. ഈ 2 ഇതിൽ ഒരു പ്രാവശ്യം, അതായത് -1, -1. D = -1 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 7 വരെയുള്ളത്, 7ആണ് 5ാം പദം, അതുവരെയുള്ള ഈ സംഖ്യകൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഇടതുവശത്തുള്ള സംഖ്യ കാണണമെങ്കിൽ 7ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. ഇവിടെ കുറയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സംഖ്യ കാണാൻ 7 -1. ഇവിടെ 7 മൈനസ്, പിന്നെ ഈ പൊതുവ്യത്യാസവും മൈനസാണ്, -1. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവുമെന്ന് നിങ്ങൾക്കറിയാം. 7 + 1 = 8. അപ്പോൾ ഈ സംഖ്യ 8 ആണ്. വീണ്ടും 8 - -1 = 8 + 1 = 9. ഇത് 9 ആണ്. വീണ്ടും 9ൽ നിന്ന്
9 മൈനസ്, ഈ മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ്. പക്ഷെ നമ്മുടെ പൊതുവ്യത്യാസവും കോമൺ ഡിഫറൻസും -1 -1 ആണ്. അതാണ് നമ്മൾ 9 മൈനസ് -1 എന്ന് പറയുന്നത്. 9 + 1 = 10. ഇനി 10 മൈനസ് -1 = 10 + 1 = 11. ശ്രേണി സീക്വൻസ് 11, 10, 9, 8, 7. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്, അതും എല്ലാവരും ട്രൈ ചെയ്യണം. ഹാവ് എ അമേസിങ് ഡേ. താങ്ക് യു.